അത് കറുത്തിട്ട് പൊക്കം കുറഞ്ഞൊരു മാക്കാച്ചീനെ പോലെ ഇരിക്കണതല്ലേ സാറേ എന്ന് ചോദിക്കും. അല്ലേ എടിയെന്ന് ചോദിക്കും. ബേബിനാണ്. എന്റെ അയൽവാസികൾ പറയും അവള് എവിടെയോ പോണേണ്, സിനിമയിൽ അഭിനയിക്കാൻ പോണേയല്ല, അവളെ സിനിമയിലൊന്നും കാണിക്കണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അത് തന്നെ ഇച്ചിരി കൂടുതലായിട്ടൊക്കെ കിട്ടണതൊക്കെ നമുക്ക് കാര്യമാണ്. ഇപ്പൊ ഒരു കുഞ്ഞു സീനാണ് വിളിച്ച് തന്നത്, അത് ചെയ്തിട്ട് നമ്മ പോന്നെയാണ്. അപ്പൊ അന്ന് തന്നെ ആ പരസ്യത്തിന് പോയപ്പോഴാണെങ്കിലും സീരിയൽ നടന്മാരാണെങ്കിലും എല്ലാവരും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുകയും അതൊക്കെ ചെയ്യും. പ്രസംഗിക്കണ്ടെന്ന് ഞാൻ പറയും, പ്രസംഗിക്കാൻ എനിക്കറിയാൻ പാടില്ല. അത് കാരണം ഞാൻ അവിടെ നേരത്തെ വിളിച്ചു പറയും എന്നെ പ്രസംഗിക്കാൻ വിളിക്കരുത്. അല്ലയ അത് എനിക്ക് പറയാൻ അറിയാൻ പറ്റില്ല. നല്ല വിശേഷങ്ങൾ. ഇപ്പൊ ചെയ്തോണ്ടിരിക്കണ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ജമീലയുടെ പൂവൻകോഴി, ലിക്കർ ഐലൻഡ്, പിന്നെ എന്താണ് അയ്യോ ആദിച്ചായൻ, അങ്ങനെ കുറെ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. മുട്ടുവിൻ തുറക്കപ്പെടും അതൊക്കെ ചെയ്തു വെച്ചിട്ട് ഒന്നും റിലീസ് ആയിട്ടില്ല. ഇപ്പൊ ഞാൻ ബിജു മേനോന്റെ തുണ്ടെന്ന് പറഞ്ഞ പടമാണ് ലാസ്റ്റ് ഇപ്പൊ അഭിനയിച്ചേക്കണം. അങ്ങനെ ഒരു 5 വർഷമായിട്ട് ഞാൻ നടന്നേച്ചതാണ്, പാസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു ഓഡിഷൻ വന്നപ്പോഴത്തേക്കും അതിൽ ഞാൻ സെലക്ട് ആയതാണ്. അങ്ങനെയാണ് ആക്ഷൻ ഹീറോ ബിജുവിൽ വന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പൊ 10-40 പടത്തിന്റെ അടുത്തായി ചെയ്യണത്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ വരുന്നതും ഇപ്പോൾ സിനിമാ നടിയായി മാറിയതിനുള്ള ആ ചേഞ്ച് എങ്ങനെ ചേച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും? അതെന്ന് വെച്ചാൽ ഞാൻ തന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമയെന്നും അതിൽ അഭിനയിക്കണ ആൾക്കാരെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ പോയി വെയിലും കൊണ്ടാണെങ്കിലും അവിടെ അവർക്കിട്ട് നോക്കിയൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ചേച്ചീനോട് ചോദിച്ച് ഞാനും ഒന്ന് വരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ചേച്ചി വിളിച്ചോണ്ട് പോയി. ഞങ്ങളുടെ ഒരു ബന്ധത്തിലുള്ള ചേച്ചിയാണ്. അങ്ങനെ ആ ചേച്ചി എന്നെ വിളിച്ച് പിന്നെ ദിലീപിന്റെ ഒരു പടമാണ് ആദ്യമേ പോയത്. ആ പടത്തിൽ പോയി പാസ് ചെയ്ത് അങ്ങനെ പിന്നെ എല്ലാ പടത്തിലും പാസ് ചെയ്യാൻ 5 വർഷമായിട്ടുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഓഡീഷൻ വന്നപ്പോൾ ഷൈൻ സാറിൻ്റെ പടത്തിൽ ഓഡീഷൻ ചെയ്ത് സെലക്ട് ആയത്. പിന്നെ ഇങ്ങോട്ട് പടം ഇഷ്ടമാതിരി പടങ്ങൾ വന്ന് പരസ്യങ്ങൾ വന്ന് കണ്ണൻ ദേവത്തിലൊക്കെ ഉണ്ട് പരസ്യങ്ങളൊക്കെ ചെയ്ത്. ബേബി ചേച്ചി ഞാനും കൂടിയാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് ചില പടം ഒറ്റക്കൊറ്റക്ക് കിട്ടും, ചിലപ്പോൾ 2 പേര് കൂടി ഒന്നിച്ചാണ് കിട്ടും. വരാനിരിക്കണ ലിക്കർ ഐലൻഡ്, ജമീലയുടെ പൂവൻകോഴി, മുട്ടുവിൻ തുറക്കപ്പെടും. പിന്നെ ഒരുപാട് പടം മറന്നുപോയി പേരൊക്കെ. കുറെ പടം ഉണ്ട് ഇറങ്ങാൻ. ആദിച്ചായൻ, അങ്ങനെയൊക്കെ കുറെ പടങ്ങൾ ഇറങ്ങാനുണ്ട്. ഒരുപാട് നടന്മാരെയൊക്കെ മാറി നിന്നാണ് കണ്ടേക്കണം. അവരെയൊക്കെ ഒന്ന് അടുത്ത് കാണാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു എനിക്ക്. ഞാൻ ഓടിയൊക്കെ ചെന്ന് പിന്നെ ആൾക്കാർ എന്നതേ ഇവിടെ കുണ്ടന്നൂർ ഒരു സ്ഥലത്ത് പടം നടക്കുമ്പോൾ ഞാൻ ആ ഗേറ്റിൻ്റെ അകത്തോട് ഓടിച്ചെന്ന് അതിനേന് സ്പീഡിൽ സെക്യൂരിറ്റി ഇപ്പുറത്തെ വശത്തോട് ഓടിച്ച് പുറത്താക്കി. ഈ വിജയരാഘവന്റെ ഒരു വണ്ടി കയറി പോണ കൂട്ടത്തിൽ ഞാനും ഓടിക്കേറി കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ അടുത്ത് കാണാനൊന്നും പറ്റിയിട്ടില്ല. ദൂരെ നിന്ന് എത്തിപ്പിടിച്ച് വെയിലൊക്കെ കൊണ്ട് അങ്ങനെയൊന്ന് കാണാറുണ്ട്. ഇന്നിപ്പോ അവരുമായിട്ട് അടുത്ത് നിന്ന് അഭിനയിക്കാൻ പറ്റി. കെട്ടിപ്പിടിക്കും അവര്, അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ എല്ലാത്തിനും. ഭക്ഷണം കഴിക്കലൊക്കെയാണ് ഇന്നിപ്പോ നമുക്ക് അവരുടെ കൂടെ ഇരുന്നുണ്ട് ആ നടന്മാരുടെ കൂടെ ഒക്കെ ഇരുന്ന് കഴിക്കാനുള്ള യോഗമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ യോഗം മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. നമുക്ക് കിട്ടിയാ കിട്ടി, നേരെ പോയി നിന്ന് പാത്രവുമായിട്ട് നിന്ന് ക്യൂവിൽ നിന്ന് ചിലപ്പോ 10,000 പേരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ എത്തിയെന്നും വരികയല്ല. അവിടം വരെ എത്തി കിട്ടി. അങ്ങനെയൊക്കെ ഒന്നും എല്ലാം തികച്ച് കിട്ടുമെന്നൊന്നും ഇല്ല. ഇപ്പൊ നമുക്ക് വേണ്ടാത്ത കുഴപ്പമേ ഉള്ളു. ഇപ്പൊ നമുക്ക് അവരുടെ മുമ്പിൽ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റണുണ്ട്. വീട്ടില് എനിക്കൊരു മോനും ഒരു മോളുമാണ്. മോളെ കെട്ടിച്ച ചന്ദ്രൂരാണ്.
മോൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ മോൻ പെയിന്റിന്റെ പണിക്ക് പോണേണ്. പിന്നെ 3 കൊച്ചുങ്ങൾ ഇവിടെ ഉണ്ട്, പേരക്കിടാങ്ങൾ. 2 അവിടെ, 5 പേരക്കിടാങ്ങൾ എനിക്കുണ്ട്. പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ചന്ദ്രൂരിന് പോകുമ്പോ ആൾക്കാരുടെ സംസാരങ്ങളും ഇന്ന് ഒരു സിനിമ അല്ല, ഞാൻ ഇവിടെ നിന്ന് വെളുപ്പിനെ ഇറങ്ങിപ്പോണതാണ് അവര് കാണുന്നത്. നമ്മളെന്തോരം ബുദ്ധിമുട്ടിയാണ് ഈ പറയണ ഏലൂര് ഇങ്ങനെ അവര് പറയണ സ്ഥലത്ത് ഷൂട്ടിന് ചെല്ലുമ്പോഴത്തേക്ക് 7 മണിക്ക് നമ്മൾ ലൊക്കേഷനിൽ എത്തണം. അങ്ങനെയൊക്കെ പോയി ചെയ്തിട്ട് സിനിമയിലൊന്നും കാണിക്കാതെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ എൻ്റെ അയൽവാസികൾ പറയും അവള് എവിടെയോ പോണേണ്, സിനിമയിൽ അഭിനയിക്കാൻ പോണേയല്ല, അവളെ സിനിമയിലൊന്നും കാണിക്കണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. ഇന്നിപ്പോ നാട്ടുകാര് അയ്യോ അവള് സിനിമാ നടിയാണ്, അവളെ സിനിമയിൽ കാണിക്കണുണ്ടെന്നും പറഞ്ഞ് ഭയങ്കര താല്പര്യത്തോടെയാണ് ഇപ്പൊ. ഉദ്ഘാടനമൊക്കെ കുറച്ചൊക്കെ പോയി. പിന്നെ എന്തെങ്കിലും ഒരു കഷ്ടപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയില്ല? അല്ല, ഇങ്ങനെ പാസിങ്ങിനൊക്കെ കടന്നപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പൈസ പോലും കിട്ടാറില്ല. എന്നാലും സിനിമയിൽ ഒന്ന് കാണാൻ വേണ്ടിയുള്ള താല്പര്യത്തില് നമ്മുടെ കയ്യിൽ നിന്ന് കാശുണ്ടാക്കി പോകും. കടമാണെങ്കിലും മേടിച്ചിട്ടൊക്കെ പോകാറുണ്ട്. അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറെ ചീത്തപ്പേരൊക്കെ കിട്ടി. സിനിമയിൽ പോയിട്ട് അവളെ ഒന്നും കാണിക്കണില്ല, അവള് സിനിമ പോണെന്ന് പറഞ്ഞ് വെളുക്കണപ്പാട് പോകും, രാത്രി തിരിച്ചു വരും, ഇങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ ഒരുപാട് സങ്കടപ്പെട്ട് അതൊക്കെ ഓർക്കണുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ സിനിമയിൽ കാണിക്കണുണ്ട്, ആൾക്കാർ കണ്ടിട്ട് നല്ല ആ ചേച്ചി ഇപ്പൊ പടത്തിലുണ്ടല്ല, ഞങ്ങൾ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പൊ ഒരുപാട് പേർക്ക് ചേച്ചിക്ക് പടമില്ലേ, ഈ ലോട്ടറിയും വിറ്റോണ്ടിരിക്കണ എന്താണ്, ചേച്ചിയൊക്കെ ഉള്ളത് നല്ലതാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ് ചേച്ചിയൊക്കെ അഭിനയിക്കണത്, ചേച്ചീനെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണെന്നൊക്കെ പറഞ്ഞ് ചേച്ചിയുടെയൊക്കെ പടം കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ്. ഞങ്ങൾ പിന്നെയും തന്നെ ആഷൻ ഹീറോ കണ്ടോണ്ടിരിക്കണേന്നും പറഞ്ഞ് ഫോട്ടോ എടുക്കണം. ഇവിടെ വന്ന് എന്നോട് ടിക്കറ്റ് എടുക്കണതൊക്കെ ആ ഒരു എന്ത് വെച്ചാണ്. ഇവിടെ ടിക്കറ്റൊന്നും അങ്ങനെ ചിലവാകണമൊന്നുമില്ല. കാരണം ഈ ടിക്കറ്റിന് അടി കുറവായതുകൊണ്ട് അങ്ങനെ ആൾക്കാർ എടുക്കണില്ല, മിക്കവരുടെയും കയ്യിൽ ഇരിക്കണേണ്. പിന്നെ ഞാനിവിടെ റോട്ടിൽ വന്നിരിക്കുമ്പോൾ ഒരു സിനിമാ നടി വന്ന് റോട്ടിലിരുന്ന് ടിക്കറ്റ് വിൽക്കണം എന്നും പറഞ്ഞ് പോണ വഴിക്കും തിരിച്ചൊക്കെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകാറുണ്ട്. ഈ ലോട്ടറി ടിക്കറ്റിലേക്ക് തിരിയാനുള്ള കാരണം എന്താ? വേറെ നമുക്കൊരു മാർഗ്ഗമില്ല. എനിക്ക് ഒരുപാട് കടമുണ്ട്. എൻ്റെ വീട് പണിയൊന്നും തീർന്നിട്ടൊന്നുമില്ല. അപ്പൊ വീടിനൊക്കെ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ട് അതൊക്കെ അടക്കാൻ പറ്റാതെ മകൻ ഒരാൾ പെയിന്റിന്റെ പണിക്ക് പോയി, എപ്പോഴും പെയിന്റിന്റെ പണി കിട്ടുകയില്ല. 3 കൊച്ചുങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ പോകാനാണ്, പൊടിക്കൊച്ചിനെയും വെച്ചിട്ട് മരുമകളിരിക്കണം, അവക്കൊരു പണിക്ക് പോകാൻ പറ്റണില്ല. പിന്നെ ഞാൻ ഇതെങ്കിലും ചെയ്ത് കിട്ടണ കൊണ്ട് ഉള്ള കുറച്ചെങ്കിലും അടക്കാല്ലാന്നോർത്ത്. ഈ സിനിമാ നടി ആകണമെന്നുള്ള അങ്ങനെ ആഗ്രഹം പണ്ടങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് സിനിമാ നടന്മാരെ കാണാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഞമ്മൾക്ക് അഭിനയിക്കാൻ എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള ഭംഗിയും സൗന്ദര്യമൊന്നുമില്ല. അഭിനയിക്കാൻ എന്നെ എടുക്കില്ലെന്നാണ് എൻ്റെ ചിന്ത മുഴുവനും. ഉള്ള കണ്ട വെയിലും മൊത്തവും കൊണ്ടിട്ട് ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറാതെ നടന്നാണ് ഞാൻ അഭിനയിച്ചോണ്ടിരുന്നത്. അവിടെ നിൽക്കുന്നത് ചേച്ചിയെന്ന് പറയാം. എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ടായിരുന്നു വന്നോണ്ടിരുന്നത്. കാരണം അവരൊക്കെ തണൽ നോക്കിയൊക്കെ പോയിരിക്കും. ഞാൻ അപ്പോഴും തണൽ നോക്കിയല്ല, ഞാൻ ഇങ്ങനെ നിൽക്കും. കാരണം എവിടെയെങ്കിലും ഒരു സൈഡിൽ ഇച്ചിരി കിട്ടുമല്ല എന്നോർത്ത്. പിന്നെ ഈ നടന്മാരെ പറ്റടുക്കെ കാണുകയും ചെയ്യാം. അങ്ങനെയുള്ളവരെന്തിന് ഈ റോട്ടിലൊക്കെ പോയി കല്ല് കയറി മതിലിന്റെ പൊക്കത്തൂടി കല്ലൊക്കെ ഇട്ട് കയറി നിന്ന് ഒക്കെയാണ് എത്തി വലിഞ്ഞൊക്കെ നോക്കി കൊണ്ടിരുന്നേച്ച. ഇന്നിപ്പോ അങ്ങനത്തെ അവസ്ഥയല്ലല്ലോ, ഇപ്പൊ അവരുടെ കൂടെ അഭിനയിക്കണേന്നല്ലേ. ഇത്ര നാള് ഈ സിനിമയിലൊക്കെ പോയ സമയത്ത് സിനിമ നടി ആവണേക്ക് മുമ്പ് എന്തെങ്കിലും ഒരു സങ്കടപ്പെടുന്ന അവസ്ഥകളോ അല്ലെങ്കിൽ അയ്യോ, എന്നെ ജനിച്ച കാലം തുടങ്ങി എനിക്ക് സങ്കടങ്ങളെ ഉണ്ടായുള്ളു. ഞാനും ഒരു അനാഥശാലയിലാണ് എൻ്റെ അമ്മ എന്നെ വളർത്താൻ നിവർത്തിയില്ലാഞ്ഞിട്ട് കൊണ്ടേ ആക്കിയത്. പച്ചാളത്ത് ഒരു കോൺവെന്റിലാണ് ഞാൻ നിന്ന് വളർന്നത്. ഈ 7 മാസമായപ്പോൾ കൊണ്ട് തന്നെ ആക്കിയിട്ട് 12 വയസ്സ് വരെ ഞാൻ കോൺവെന്റിൽ തന്നെ ഇരുന്നു. പിന്നെയാണ് ലക്ഷം വീടെന്ന് പറഞ്ഞ കോളനി പഞ്ചായത്തുകാർ കൊടുത്ത വീട് കിട്ടി, അതിലേക്ക് താമസം വന്ന. അന്നാണ് ഞാൻ എൻ്റെ കുടുംബത്തിലായിട്ടുള്ള താമസം വന്നത്. അതുവരെ ഞാൻ അനാഥശാലയിലായിരുന്നു. അപ്പം അവിടെയൊക്കെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓർക്കും ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ എവിടെയെങ്കിലും താമസിക്കാമായിരുന്നു. ഇപ്പം ഈ കോളനി ആണെങ്കിലും ഇപ്പം ഞാൻ ലോൺ എടുത്ത് വെച്ചേക്കണേണ്. അപ്പം അത് അടക്കാൻ കൂടി അതിൻ്റെ പണി ഒന്നും കഴിഞ്ഞിട്ടില്ല, അകത്ത് മാത്രം തേച്ചെടുത്തിട്ടേ ഉള്ളു. നിവിയുമ്പോൾ ഷൈൻ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ, ആഷൻ ഹീറോ കഴിഞ്ഞാൽ പിന്നെ.
അപ്പൊ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നാല് അവർക്ക് കയറി വരണ്ടേ അതൊക്കെ ഓർത്തിട്ട് കടവിലൊക്കെ മേടിച്ചൊക്കെ പെരയുടെ അകമൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ പുറമൊക്കെ അങ്ങനെ തന്നെ കിടക്കണേ. ആ പണി തീർക്കാനുള്ള കാശൊന്നും കിട്ടണില്ല. ഈ ലോൺ അടക്കുക, പെര തേക്കുക. എടുത്ത ലോൺ അടക്കണ്ടേ. അപ്പൊ പെര തേക്കാനുള്ള ഒന്നും മാർഗം കാണുന്നില്ല. പിന്നെ ഞാൻ ഓർക്കണേ ഈ ലോട്ടറി ടിക്കറ്റിൽ കൂടിയെങ്കിലും വല്ല കാലത്ത് ഒരടി കിട്ടിയ രക്ഷപ്പെട്ടല്ല എന്നുള്ള. പക്ഷെ അങ്ങനെ ഒരടിയൊന്നും കിട്ടണമെന്നും ഇല്ല. പിന്നെ ഒരു ജോലിയെന്നും പറഞ്ഞു വന്നിരിക്കാം. ഇതാവുമ്പോ നമുക്ക് ഓടിപ്പോവുകയും ചെയ്യാം. സിനിമാക്കാർ വിളിക്കുമ്പോ നമുക്ക് ടിക്കറ്റ് വേണ്ടെന്ന് വെച്ച് പോവാം. വേറൊരു വീട്ടിൽ ചെന്ന് ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവർ പറയും ചേച്ചിക്ക് ഇത് തന്നെ തൊഴിലാണെന്ന് ചോദിച്ചാൽ ചുറ്റി പോവുകയല്ലേ. ചേച്ചിക്ക് ഏതുനേരം ലീവ് എടുക്കലാണെങ്കിൽ ഇവിടെ നിൽക്കാൻ വരണ്ടെന്ന് പറയും. അപ്പൊ അതൊക്കെ കൊണ്ടൊക്കെ ഈ ടിക്കറ്റുമായിട്ട് ഇങ്ങനെ വന്നിരിക്കണത്. അമ്മ സംഘടനയിലൊക്കെ ഈ നടീനടന്മാരുടെ സംഘടനയിലൊക്കെ ചേച്ചി മെമ്പർഷിപ്പ് ഒന്നുമില്ല എന്ന് വെച്ചാൽ അമ്മേല് 2 ലക്ഷം രൂപ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കഴിവൊന്നുമില്ല. പിന്നെ ഈ ആലപ്പുഴയിൽ ഒരു സംഘടനയിൽ ചെന്ന് ചേർന്നിട്ട് അതിൽ നിന്ന് ഒരു രക്ഷയുമില്ല. പൈസ നമ്മ അടക്കണമല്ലാതെ നമുക്ക് ഇങ്ങോട്ടൊന്നുമില്ല. ഒരു സിനിമയാണെങ്കിലും ചേച്ചി ഒരു പടത്തിൻ്റെ എന്തുണ്ട് അതിലേക്ക് അഭിനയിക്കാം, നമുക്ക് അത് അവരൊക്കെ സംഘടിപ്പിച്ച് തരണോ? അതുമില്ല, ഒന്നുമില്ല. പിന്നെ അത് കാരണം ഞങ്ങൾ നിർത്തലാക്കി. ഇപ്പം സംഘടനയൊന്നുമില്ല. ചേച്ചിയായിട്ടുള്ള കണ്ടുപിടില്ല. ചേച്ചിയായിട്ട് അന്ന് അവിടെ ഓഡീഷനിൽ വെച്ച് നേരത്തെയൊക്കെ കാണാറുണ്ട്. പാസിങ് നടക്കുമ്പോൾ ബേബിക്ക് ബേബിയുടേതായ കൂട്ടുകാർ, എനിക്ക് എൻ്റെതായ കൂട്ടുകാരായിരിക്കുമല്ല. അപ്പം ഞാൻ വിളിക്കാറൊക്കെ ഉണ്ട്, ബേബി എന്നും പറഞ്ഞ് വിളിക്കാറൊക്കെ ഉണ്ട്. അവർ അങ്ങനെ കൂടുതലായിട്ട് അടുക്കാറില്ലായിരുന്നു. പിന്നെ ഈ ഓഡീഷൻ കഴിഞ്ഞ പിന്നെയാണ്, ഈ സിനിമയിൽ കയറിയ പിന്നെയാണ് ഞങ്ങൾ കൂട്ടുകാരായത്. രണ്ടുപേരും ഭാഗ്യ നക്ഷത്രമാണ്. അതെ, രണ്ടുപേരും വന്നതിന് ശേഷമാണ്, ഒന്നിച്ച് അഭിനയിച്ചതിന് ശേഷമാണ് കൂടുതൽ സിനിമ സിനിമ. അങ്ങനെ അതിനെ പറ്റിയൊക്കെ ഞങ്ങൾ രണ്ടും അങ്ങാടും ഇങ്ങോട്ടും ഒന്നിച്ച് പോണ പടം ഹിറ്റാകുകയും ചെയ്യണുണ്ട്. ഈ ഒറ്റക്ക് പോണ പടത്തെ അങ്ങനെ ഹിറ്റായിട്ടില്ല. ഒന്നിച്ച് പോണ പടമാണെങ്കിൽ അത് ഹിറ്റാകാറുണ്ട്. അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. പിന്നെ ഒറ്റക്കാണെങ്കിലും ഇപ്പൊ പെട്ടിലാമ്പട്ര എന്നും പറഞ്ഞൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചായിരുന്നു, ഒറ്റക്കായിരുന്നു. അപ്പൊ അതിലെ സീനൊക്കെ ആൾക്കാർ ഇപ്പൊ യൂട്യൂബ് വഴി എന്തോരം പേരാ കാണണം. അപ്പൊ അവരൊക്കെ വന്നിച്ചും പറയും ചട്ടി കൊണ്ട് ഞാൻ തല അടിച്ച് പൊളിക്കും, നിങ്ങൾ പറിച്ചിക്കാൻ നിന്ന് തന്നെ ഇല്ലല്ലോ എന്ന് ശിവദാസ് പറയുമ്പോഴേ ഞാൻ എന്നെങ്ങാനും പറിച്ചിക്കാൻ വന്ന എൻ്റെ ചാളച്ചട്ടി കൊണ്ട് എൻ്റെ തല അടിച്ച് ഞാൻ പൊളിക്കുമെന്ന്. അതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നെടുത്ത് പറയണ ഡയലോഗ്. അങ്ങനെ അവരെ തന്നതല്ല. ജന്മനാട് ഇത് തന്നെയാണ് ചന്ദ്രൂര്. അല്ല, എരമല്ലൂര നീണ്ടകരയാണ് എൻ്റെ ജനിച്ച നാട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ 1,00,000 വീട് കിട്ടിയിട്ട് എരമല്ലൂർ വന്ന് താമസിക്കണതാണ്. ആ വിളിക്കണുണ്ട്. ചേച്ചിക്ക് ഈ ലോട്ടറി പരിപാടി അല്ലാതെ വലിയൊരു സ്ഥാപനമൊക്കെ ആയിട്ട് ഈ റോഡ് സൈഡില് ഒരു കുട നിവർത്തി വെച്ചിട്ട് പൊടിയടിച്ച് പൊടി അടിച്ചന്ന് എൻ്റെ കണ്ടു ഈ തുറയണില്ലാഞ്ഞ് എത്ര ദിവസമായി. ഞാനിപ്പം മരുന്ന് ഇളനീർ കുഴമ്പോ അതും ഇതൊക്കെ ഇട്ടാണ് എൻ്റെ കണ്ണ് തുറന്നെടുക്കണത്. നേരം വിളക്കുമ്പോൾ ഒട്ടും തുറയണില്ല. ഈ പൊടി മുഴുവൻ എൻ്റെ കണ്ണിൽ കയറണേ. ആൾക്കാർ പറയും മാസ്കൊക്കെ മേടിച്ചോണ്ട് വന്ന് തന്നെ ഉണ്ട് ആൾക്കാർ. ചേച്ചിയുടെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് സങ്കടമൊക്കെ ഉണ്ട്. ചേച്ചിനെ ഇവരൊക്കെ എന്താണ് ഉപേക്ഷിച്ച് കളഞ്ഞ, നടീനടന്മാർ ഡയറക്ടർമാരൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞ. ചേച്ചിയൊക്കെ നന്നായിട്ട് അഭിനയിക്കണതാണല്ല ഈ മാസ്ക് വെച്ചോണ്ടിരിഞ്ഞാൽ ഈ മാസ്ക് മേടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട്. നമുക്ക് മാസ്ക് മൂക്കിൽ വെക്കാം, കണ്ണിൽ എന്തെടുത്ത് വെക്കും, കണ്ണടയും വെക്കണം. എല്ലാം കൂടി വെച്ച് പൊതിഞ്ഞു കൂടിയിരിക്കുമ്പോൾ എന്നെ അറിയില്ലല്ലോ. ടിക്കറ്റ് എടുക്കാൻ പറ്റാ നടിയെന്നുള്ള ഇങ്ങനെ സിനിമയിലുള്ളതാണെന്നും പറഞ്ഞാലേ വന്നത്. ഇത് മൊത്തത്തിൽ പൊതിഞ്ഞു കഴിഞ്ഞാൽ അറിയണൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ മാസ്ക് വെച്ചാൽ ഈ പോണ വണ്ടിയൊക്കെ തിരിച്ചു വരും എന്നെ കാണുമ്പോൾ. ചേച്ചി ഞങ്ങൾ എന്തൊരു പാട് കഴിച്ചാണ് അവിടം വരെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് പോണ ചേച്ചി തന്നെയാണ്. ചേച്ചി വന്നങ്ങനെ റോട്ടിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചപ്പുറയൊക്കെ കൂടെ ഈ റോട്ടിൽ വീതിയില്ലാത്ത സ്ഥലത്തുകൂടിയൊക്കെ തിരിച്ചു വന്നത് എന്നിട്ട് ടിക്കറ്റ് എടുക്കണത്. ചേച്ചിനെ കണ്ടിട്ട് ഞങ്ങൾ പോയിച്ചും തന്നെയാണെങ്കിൽ കാണണേന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സിനിമാ നടിയായ ആള് റോഡ് സൈഡിൽ ലോട്ടറി വിൽക്കണെന്നൊക്കെ ആൾക്കാർ ചോദിക്കണുണ്ട്. വർക്കില്ലേ ചേച്ചി, ഫോണില്ലേ, ആരും വിളിക്കണില്ലേ ചേച്ചി, അതെന്താണ് കാര്യം, ചേച്ചിയൊക്കെ നന്നായിട്ട് അഭിനയിക്കണുണ്ടല്ലോ, ഞങ്ങൾക്കൊക്കെ ഭയങ്കര കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ ആക്ഷൻ ഹീറോയില് സെക്കൻഡില് തുടങ്ങാൻ പോണുണ്ട്, നിങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ആൾക്കാർ.
നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അഭിനയിച്ചവരൊന്നും ഉണ്ടാവില്ല എന്നാണ് സാറ് പറഞ്ഞത്. പിന്നെ സാറിനെയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണമില്ല. ഒന്ന് നേരിട്ട് കാണാന്നോർത്ത് നോക്കിയിട്ട് അതും പറ്റണില്ല. സാറിനോട് ഒരു നന്ദി പറയണ്ടേ. എന്നെ ഈ വെയിലും കൊണ്ട് കരിഞ്ഞു കത്തി നടന്ന എന്നെ ഈ തിറമ്പര ആക്കി തന്നത് സാറല്ലേ. ആ, ഷൈൻ സാറ്. ഷൈൻ അതിലിപ്പോൾ നിവിൻ പോളിയും ഞങ്ങളോട് നല്ല സഹകരണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പേടിയില്ലാതെ ആ വർത്താനമൊക്കെ പറഞ്ഞത് തന്നെ. ആദ്യമായിട്ട് ഞങ്ങൾ ക്യാമറയുടെ മുമ്പിൽ വിമ്മളെ വിളിച്ചിരുത്തി ചെയ്യണതല്ലേ. അപ്പം നമുക്കൊരു പേടിയൊക്കെ ഉണ്ടാവില്ല. പക്ഷെ ഇവര് സാറും നിവിൻ പോളിയൊക്കെ ഞങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കൂടെ നല്ല സ്നേഹത്തിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ പേടിയൊന്നും തോന്നിയില്ല. ഈ ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നിങ്ങളെ ഓഡിഷൻ ചെയ്താണ് എടുത്തത്, അല്ലെങ്കിൽ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ വന്നിട്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്തതാണ്? അല്ല, ഓഡീഷൻ ഉണ്ടായിരുന്നപ്പോൾ ചെന്നിട്ട് ഞങ്ങൾ സെലക്ട് ആയതാണ്. ആ അനുഭവം എങ്ങനെയുണ്ട്? അക്ഷയ് റോബിജനിൽ അവിടെ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഒരു മാനസികാവസ്ഥ? എനിക്കറിയാൻ പാടില്ല എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ പാസിങ്ങിന് പിന്നെയും പോയി. അവിടെ ചെന്നപ്പോൾ സാറ് എന്നോട് ചോദിച്ചു, മേരിയുടെ ആര് പറഞ്ഞു ഇവിടെ വരാനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, അല്ല സാറേ, ഞങ്ങൾ പാസ് ചെയ്യണല്ലേ, എന്നെ പാസിങ്ങിന് വിളിച്ചിട്ട് കോർഡിനേറ്റർമാർ വിളിച്ചിട്ടാണ് ഞാൻ വന്നേന്ന് പറഞ്ഞു. മേരീനോട് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം, മേരി എവിടെയെങ്കിലും പോയി മാറിയിരുന്നോളണം, മേരീനെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചേക്കണേന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയണം. അങ്ങനെയൊക്കെ ആ അപ്പം അങ്ങനെയൊക്കെയാണ് വന്നത്. വിളിക്കുന്ന നടന്മാരൊക്കെയാണ് വിളിക്കണ പ്രചോദൊക്കെ നമ്മുടെ വിളിപ്പുറത്ത് തന്നെ ഉണ്ട്. വിളിക്കുമ്പോൾ തന്നെ എന്താണ് ചേച്ചി എന്നും ചോദിച്ചോണ്ട് പറയും. അങ്ങനെ ഞാൻ ആരെയും അങ്ങോട്ട് വിളിക്കാറില്ല. പിന്നെ കുറേ പേരെയൊക്കെ വിളിക്കും. പിന്നെ വൈജു അങ്ങനെയൊക്കെ വിളിച്ച് കൊച്ചിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊക്കെ വിളിച്ചിട്ട് അവരെല്ലാവരും വിഷ് ചെയ്തു. അല്ല, ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ചേച്ചീനെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിരിച്ചറിയുന്നതും ഏറ്റവും കൂടുതൽ ചിരിച്ചതും ചേച്ചിയുടെ ഏത് ഡയലോഗിലായിരുന്നു? അത് കറുത്തിട്ട് പൊക്കം കുറഞ്ഞൊരു മാക്കാച്ചീനെ പോലെ ഇരിക്കണതല്ലേ സാറേ എന്ന് ചോദിക്കും. അല്ലേ എടിയെന്ന് ചോദിക്കും. ബേബിനാണ്. അവരിപ്പം ഈ പഴയിക്കൂടി പോണവരെന്നെ എന്തെന്നാ പറയണ, ഇത് കറുത്തിട്ട് പൊക്കം കുറഞ്ഞ മാക്കാച്ചി വിളിച്ചിട്ട് വണ്ടിക്കാരൊക്കെ പോണത്. ഒരൊറ്റ വണ്ടിക്കാരില്ലാതെ മേരി ചേച്ചി ശൂശൂന്ന് കാണിച്ച നോക്കുക. അങ്ങനെ കുറേ ഞങ്ങളുടെ ഡയലോഗ് പറഞ്ഞിട്ടാണ് ഈ വണ്ടിക്കാരെല്ലാവരും പോണത്. എല്ലാവരും മേരി ചേച്ചി എന്നെ ഭയങ്കരമായിട്ട് ഇവിടെ വെള്ളം പോലെ വണ്ടിക്കാർ മൊത്തവും മേരി ചേച്ചിയേ മേരി ചേച്ചിയേ എന്നും പറഞ്ഞ് കൈ കാണിച്ച് പോണേ. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കണം, ടിക്കറ്റ് മുറിക്കാൻ പറ്റി വണ്ടിക്കാരാണ് എല്ലാവരും. ഞങ്ങളുടെ ഈ സിനിമയിലെ ഡയലോഗും പറഞ്ഞാ എന്നെ വിളിച്ചോണ്ട് പോണം. കാണാൻ കൊള്ളായിരുന്നെങ്കിൽ നോക്കുമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയും. വണ്ടി ഇരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാ പോണത്. പക്ഷെ ജനങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഭയങ്കര താല്പര്യമാണ് കേട്ടാ. എല്ലാവരും എന്നോട് സഹതാപമുള്ളവരും ഉണ്ട്. ചേച്ചി ഇങ്ങനെ വന്നിരിക്കല്ലേ റോട്ടിൽ, സിനിമയിൽ അഭിനയിച്ച് ഈ ഓരോരുത്തർ സിനിമയിൽ പോണവര് പിന്നെ നിലത്തല്ലാതെ എടുത്ത് നടക്കണം, ലിപ്റ്റിക്കൊക്കെ തേച്ച് ചേച്ചി ആ പഴയ ചേച്ചിയായിട്ട് തന്നെ നടക്കണം. ചേച്ചി ഇത്തിരി ഇങ്ങോട്ടൊക്കെ ഇതായിട്ടൊക്കെ നടക്കുക. ചേച്ചി പടത്തിൽ അഭിനയിക്കണം. നമ്മളെന്തിനാണ് അങ്ങനെയൊക്കെ കയറി നിളിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ വന്ന വഴി മറക്കരുത്, ഇല്ലേ? ഞാൻ എൻ്റെ വഴി മറക്കാതെ ഞാൻ ദൈവത്തിനെ വിളിച്ച്, അതുപോലെ തന്നെ ഞാൻ അഭിനയിക്കണ പടം സൂപ്പർ ഹിറ്റ് ആകണേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നടക്കണം. കാരണം എനിക്ക് എന്തായാലും അടുത്ത പടം കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് പറയും, ദൈവമേ ആ പടം ഹിറ്റാകണേ. ഇപ്പം ഈ തുണ്ടെന്ന് പറഞ്ഞ പടം ഞാൻ എന്നെ ടിക്കറ്റ് എടുക്കാൻ മുന്നേ എല്ലാ ജനത്തിനോടും കാണണോട്ടാ. ഞാനുണ്ട് അതിനകത്ത്, എല്ലാവരും കാണാമെന്നും പറഞ്ഞാൽ പോണത്. ചേച്ചി അങ്ങ് കാണാം, ചേച്ചിയുടെ പടം ഞങ്ങൾ കണ്ടോളാന്നും പറഞ്ഞുണ്ട്. ദൈവത്തിനോട് പ്രാർത്ഥിക്കണേ എല്ലാ പടവും ഞാൻ പോണ പടമൊക്കെ ഹിറ്റാകണമെന്ന് പ്രാർത്ഥിക്കണേ. എന്താന്ന് വെച്ചാൽ നമുക്കൊരു സീൻ വിളിച്ച് തന്നതല്ലേ, അല്ലേ? അപ്പം അവർക്ക് നമ്മളോട് പിന്നെ ഒരു വെറുപ്പ്, ഇവരൊക്കെ അഭിനയിച്ചിട്ടൊരു പടം കാണണില്ലെന്ന് വരരുത്. അങ്ങനെ പ്രാർത്ഥിക്കണുണ്ട് ഞാൻ. നല്ലതായിരുന്നു. ബിജുമേനനെ ചിരിക്കണുണ്ടായെന്ന് പറയുന്നുണ്ടായി. ഞാൻ കണ്ടില്ല. ഞാൻ ഇങ്ങനെ
പ്രാഗണൊക്കെ കേട്ടപ്പോ ചിരിക്കണുണ്ടായെന്ന് പറഞ്ഞു. ആ ചേച്ചി കൊള്ളാല്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഷിജുവിനും പറഞ്ഞെന്ന്. ആ ചേച്ചി കൊള്ളാല്ല എന്ന് പറഞ്ഞെന്ന്. അവിടെ പുറത്തു നിന്നവർ എന്നോട് പറഞ്ഞാണ്, ഞാൻ കേട്ടില്ല. പ്രാഗണ സീനാണ്. മറ്റുള്ള നടിമാരുടെ സിനിമകളൊക്കെ കാണാറുണ്ട്, അഭിനയമൊക്കെ വിലയിരുത്താറുണ്ട്. അപ്പൊ വലിയ താരങ്ങളൊക്കെ ഉണ്ടല്ലോ സിനിമയിൽ. പിന്നെ അവരൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരല്ലേ. അവരെല്ലാവരും എനിക്ക് കാര്യമാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എല്ലാ നടീനടന്മാരെയും. കാരണം അവരൊക്കെ നമ്മളെപ്പോലെ അല്ലല്ലോ. അവരൊക്കെ നല്ല എന്താ, ഞാനപ്പോഴൊക്കെ ഓർക്കും, ദൈവമേ എനിക്കിങ്ങനെ സാധിക്കണില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള സീനൊക്കെ അഭിനയിക്കാനേ. നമുക്ക് ഈ വന്ന കുഞ്ഞു സീനൊക്കെ അഭിനയിക്കാനേ അറിയാൻ പാടുള്ളൂ. വലിയ വലിയ സീനൊന്നും അഭിനയിക്കാനൊന്നും അറിയാനും പാടില്ല. ഞാൻ ഒരുപാട് പഠിച്ചിട്ടുമില്ല. 3ാം ക്ലാസ് വരെയായിട്ടേ പോയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. കാരണം അനാഥശാലയിലായതുകൊണ്ട് നമ്മളെ ശ്രദ്ധിക്കാനോ നോക്കാനോ ആരും ഇല്ലായിരുന്നു. ഒരാൾ ജീവിച്ച് വന്നെന്ന് പറഞ്ഞാൽ ഒരു ജീവിച്ച് ഞാൻ വന്നെന്നും അത്രേ ഉള്ളു. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. എന്തോ ദൈവം സഹായിച്ച് എനിക്ക് ഇങ്ങനെ ഒരു ആഷൻ ഹീറോയിൽ കൂടി ഒരു പടത്തിൽ വരാൻ സാധിച്ച്. പിന്നെ ഇപ്പം തുടർന്ന് പടത്തിൽ അഭിനയിക്കാനും സാധിക്കുന്നുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കാരുണ്യമാണെന്നാണ് ഞാൻ ഓർക്കണം. അത് ഒന്നിലും നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല, ഉള്ള കാര്യം പറയാനല്ല. 3ാം ക്ലാസ്സുകാരി ഇന്ന് ജനങ്ങൾ അറിയുന്ന, ലോകം അറിയുന്ന ഒരു നടിയായി എന്ന് വരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കിങ്ങനെ ഇത്രയെങ്കിലും ആകാൻ സാധിച്ചല്ല. എന്നേലും മുമ്പ് വന്ന് പാസിങ് ചെയ്യണ ആൾക്കാരൊക്കെ ഇഷ്ടംമാതിരി ഇപ്പോഴും അതും അവർ പാസ് ചെയ്തുകൊണ്ട് തന്നെ നടക്കണേണ്. പക്ഷെ അതിൽ നിന്നൊക്കെ എന്നെ ദൈവം, എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ജീവിതമൊക്കെ ദൈവം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ദൈവം തിരഞ്ഞെടുക്കണം. 2 ആങ്ങളമാരുണ്ട് എനിക്ക്. എന്നെ തിരക്കാനാ അവരാരും വരികയില്ല. അമ്മ ഉണ്ടായത് മരിച്ചുപോയി. പിന്നെ എനിക്ക് മക്കളല്ലാതെ വേറെ ആരുമില്ല. അങ്ങനത്തെ ഒരു ജീവിതമൊക്കെയാണ്. അവരെ കഷ്ടപ്പെട്ട് വളർത്തി കല്യാണം കഴിപ്പിച്ച്. സിനിമയില് നടിമാരില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കോമഡിയൊക്കെ ചെയ്യുന്ന നടിമാരെയൊക്കെ ആരോ? KPS ലളിതയാണോ? KPS ലളിതനെയാണ് ഇഷ്ടമാണ്. മറ്റേ ഫിലോമിനത്തള്ള മരിച്ചുപോയി. എനിക്ക് അവരെയൊക്കെ കാര്യമാണ്. എൻ്റെ അമ്മേനെ ഇവിടെ കുറെ പേര് ഓട്ടോക്കാരൊക്കെ ഇല്ലേ, ഫിലോമിനത്തള്ളയെന്നാ വിളിച്ചോണ്ടിരുന്ന. ഇതാന്ന് ഓട്ടോയിലൊക്കെ കയറിയിട്ട് കാശ് കൊടുക്കാതെയൊക്കെ പോണിട്ടമ്മനെ ടാറ്റ പ്രതി ഇറങ്ങിപ്പോയി. വന്നണ്ട ഫിലോമിനത്തള്ള ഓട്ടോയിൽ കയറിയിട്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകാൻ പറയും. എന്നിട്ട് കാശ് തരാതെ പോണേണ കാണണം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെ പറയാ. എനിക്ക് അവരെ കോമഡി നടിമാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചിരിക്കാൻ ഇഷ്ടമാണ്. അപ്പം അതുപോലെ ഞാൻ പറയുമ്പോൾ ആൾക്കാർ ചിരിക്കണുണ്ടെന്നാണ് അവർ പറയണത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു, എനിക്ക് സിനിമയിൽ അഭിനയിക്കണ എല്ലാവരും ഇഷ്ടവും. എല്ലാവരും അവരായാൽ കൊള്ളായിരുന്നെന്നൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കും. അയ്യോ ഞാൻ ഇവരെ പോലത്തെ ആയിരുന്നെങ്കിൽ ഇതേപോലെയൊക്കെ അഭിനയിക്കാമായിരുന്നല്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാന്ന് പറഞ്ഞാൽ, എനിക്ക് ഇനി തുടർച്ചയായിട്ട് ഒരേ സിനിമ ഇതുപോലെ ചെറിയ വേഷങ്ങൾ കിട്ടിയ ജീവിച്ചങ്ങാട് പോകാം, അത്രയേ ഉള്ളു. അല്ലാതെ വേറെ ഒരു വഴി എനിക്ക് ഇനി അറിയാൻ പാടില്ല. പ്രഷറും ഷുഗറും എല്ലാ രോഗവും എനിക്കുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മളങ്ങോട്ട് പോണേന്ന് അറിയാനൊക്കെയല്ല ദൈവം വിളിക്കണേന്ന്. അതുവരെ ഉള്ള ചെറിയ ചെറിയ വേഷമാണെങ്കിൽ അത് നന്നായിട്ട് ചെയ്ത്. ഏ എനിക്ക് 57, 55 ഉള്ളു ആധാറിലൊക്കെ. ഞാൻ 57 പറയണേ. ഞാൻ പണ്ട് തുടങ്ങി കൂട്ടി പറയും. എന്താന്ന് എന്തെങ്കിലും പഞ്ചായത്തിലൊക്കെ ചെല്ലുമ്പോ ഞാൻ കൂട്ടി പറയുമ്പോ അവര് പറയേ എന്താ വല്ലതും കിട്ടുമെന്ന് ഓർത്താളായി കൂട്ടി പറയും. ഞാൻ പറഞ്ഞ ഇച്ചിരി പ്രായമുള്ളവർക്ക് പരിഗണന ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ, അത് കിട്ടും. ആശുപത്രി ചെന്നാലും 60 വയസ്സുള്ളവർക്ക് ഇപ്പുറത്തെ ക്യൂവിൽ നിൽക്കാം, പെട്ടെന്ന് ചീട്ടെടുക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള എൻ്റെ 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞാണ്. അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. നമുക്ക് സന്തോഷമെന്ന് പറയുന്ന സാധനം അങ്ങനെയൊന്നും കിട്ടാറില്ല. പിന്നെ ആൾക്കാരെ ചിരിപ്പിക്കും. ദുഃഖങ്ങൾ കൂടുതലുള്ളവരല്ലേ മറ്റുള്ളവരെ ചിരിപ്പിക്കുള്ളൂ. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത്. പറഞ്ഞു കരഞ്ഞ ആരെങ്കിലും കൂടെ കരയാനുണ്ടാവോ? ഇല്ല. ചിരിക്കുമ്പോൾ ചിരിക്കാൻ ഇഷ്ടം മാതിരി ആളുണ്ടാവും. പക്ഷെ നമ്മുടെ വേദനകൾ പറഞ്ഞിട്ട്
നിലവിളിച്ചാൽ നമ്മ ഇരുന്ന് അവിടെ ഇരുന്ന് നിലവിളിക്കേ ഉള്ളു. കൂടെ കരയാനും അയ്യോ പോട്ടെ സാരമില്ല അങ്ങനെ പറയും. പക്ഷേ നമുക്ക് ആ ദുഃഖം മറിക്കിട്ടൂലല്ലോ. മാറണമെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകണം. അത് ജീവിതം ഉണ്ടാകണം. ആലയ എന്ന ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും.